വിസിറ്റിംഗ് കേരള മണി മാജിക്കിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് അജിത് പാലാട്ടാണ്. ഒരു ഒറ്റ സ്ഥാപനത്തിൽ നിന്നും കേരളത്തില് എറണാകുളം മുതൽ കോഴിക്കോട് വരെ 20ഓളം ബ്രാഞ്ചുകളായി വിപുലീകരിച്ച ഒരു ബ്രാൻഡിന്റെ ഉടമയാണ് UGS ഗ്രൂപ്പ്. സോ അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം അദ്ദേഹത്തിന്റെ ബ്രാൻഡിന്റെ വിശേഷങ്ങൾ. ഈ സ്വർണ്ണപ്പണയം എന്ന് പറയുന്നത്, സ്വർണം എന്ന് പറയുന്നത് മലയാളികളെ സംബന്ധിച്ച് ഒരു വലിയ വികാരമാണ്. ഒരു കല്യാണം എന്ന് പറയുന്നത്, സ്വർണ്ണം ഇല്ലാത്ത ഒരു കല്യാണത്തെ കുറിച്ച് മലയാളികൾക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. അപ്പൊ ഇന്ന് സ്വർണം എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്റ്മെന്റ് കൂടിയാണ്. ഇപ്പൊ ചെറുപ്പക്കാരെല്ലാം സ്വർണം വാങ്ങുന്നതോ അല്ലെങ്കിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നതോ അത് ഇടാനുള്ള ആഗ്രഹത്തെക്കാൾ കൂടുതലായിട്ട് നാളത്തേക്കുള്ള ഒരു കരുതലായിട്ടാണ്. അപ്പോൾ ഈ സ്വർണം എന്ന് പറയുന്നതിൽ ഏറ്റവും നമുക്കൊരു മൂല്യവർദ്ധിതമായിട്ട് അല്ലെങ്കിൽ നമുക്കൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടോ അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഒരു ആവശ്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു മണിയായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഗോൾഡ് ലോൺ എന്ന് പറയുന്നത്. അപ്പൊ ഗോൾഡ് ലോൺ എന്ന് പറയുന്നതിന് സാധാരണക്കാരിലേക്ക് വളരെ എളുപ്പത്തിൽ എത്തിച്ച് സാധാരണക്കാരുടെ വിശ്വാസം നേടിയെടുത്ത ബ്രാൻഡാണ് UGS. അപ്പൊ അദ്ദേഹത്തിൽ നിന്ന് തന്നെ അറിയാം എങ്ങനെയാണ് അദ്ദേഹത്തിന് ഈ ജനങ്ങളുടെ മനസ്സിലേക്ക് എത്താൻ പറ്റിയതെന്നും ഇത്രയും സ്ഥാപനങ്ങളിലേക്ക് വളരാൻ പറ്റിയതെന്നും. ഹലോ അജിത്, വെൽക്കം. അപ്പൊ എങ്ങനെയായിരുന്നു ഈ ഒരു ഒറ്റ സ്ഥാപനത്തിൽ നിന്ന് ഈ 20 ഗ്രൂപ്പിൽ 20 സ്ഥാപനങ്ങളിലേക്കുള്ള വളർച്ച എങ്ങനെയായിരുന്നു? ഇല്ല, വളർച്ച എന്ന് പറയാൻ ഇപ്പൊ നമുക്കറിയാം, നമ്മൾ 2020 കാലഘട്ടത്തിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് കോവിഡ്, പിന്നെ അതുപോലെ പ്രളയം, ഇതെല്ലാം കഴിഞ്ഞ് വേൾഡ് ആകെ ക്രൈസിസിൽ നിൽക്കുന്ന സമയത്താണ് ഞാൻ വേറൊരു പ്രൈവറ്റ് ബാങ്കിൽ വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ അവിടെ മാനേജർ പോസ്റ്റിൽ വർക്ക് ചെയ്യായിരുന്നു. സോ അവിടുന്ന് ഒരു സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലാണ് ഞാനും എൻ്റെ ഒരു ചെറിയ ടീമും ഒരു 5-8 പേര് ചേർന്ന് ഇങ്ങനൊരു UGS എന്ന് പറയുന്ന ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അന്ന് തന്നെ ഈ പറയുന്ന ഫാമിലിയിൽ നിന്നാണെങ്കിലും നമ്മുടെ കൊളീഗ്സ് ആണെങ്കിലും അങ്ങനെ നമ്മുടെ അറിയാവുന്ന ഫ്രണ്ട് സർക്കിൾ എല്ലായിടത്തും കാരണം വേൾഡ് മൊത്തം അൺസർട്ടനിറ്റിയിൽ നിൽക്കുന്ന സമയത്താണ് നമ്മൾ സെക്യൂർഡ് ആയ ഒരു ജോബ് റിസൈൻ ചെയ്ത് നമ്മളൊരു സ്റ്റാർട്ടപ്പ്, അതും ഫിനാൻഷ്യൽ ഇൻഡസ്ട്രീസിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് ചലഞ്ചസ് അല്ലെങ്കിൽ ഒരുപാട് നമ്മൾ ബാക്കിൽ നിന്ന് ഒരുപാട് പുഷ് ചെയ്തിട്ടുണ്ട്. കാരണം ഇപ്പം ഇതിന് പറ്റിയൊരു സമയമല്ല. പക്ഷെ ആ സമയത്ത് സത്യം പറഞ്ഞാൽ ബാക്കി എല്ലാ ബാങ്ക്സും ബാക്കിലേക്ക് നിൽക്കുകയായിരുന്നു. മീൻസ് ഒരു പുതിയ ലോൺ കൊടുക്കാനോ അല്ലെങ്കിൽ ഈ പറയുന്ന കച്ചവടക്കാരാണെങ്കിലും സ്വയം തൊഴിൽ മീൻസ് സംരംഭകരാണെങ്കിലും ഒക്കെ ഒരു ചെറിയ ലോൺ കൊടുക്കാനോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനോ ഒക്കെ അന്ന് ഒരു മടി കാണിക്കുന്ന സമയമാണ്. കാരണം നാളെ എന്ത് എന്നുള്ളതിനൊരു ആൻസർ ഇല്ലാതെ നിൽക്കുന്ന ഒരു ടൈമായിരുന്നു അത്. കാരണം ഒരു വാക്സിൻ അന്ന് ഉണ്ടായിരുന്നില്ല, വാക്സിൻ വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എല്ലാവരും മാസ്ക് വെച്ച് നമുക്ക് മാസ്ക്, അതുപോലെ സാനിറ്റൈസർ, സോഷ്യൽ ഡിസ്റ്റൻസിങ്, അതുപോലെ എസെൻഷ്യൽ സർവീസസിന് മാത്രമായിരുന്നു അന്ന് വീക്ക്ലി ഒരു 2 ഡേയ്സോ 3 ഡേയ്സോ എന്തോ വർക്ക് ചെയ്യാനുള്ള ഒരു പെർമിഷൻ ഒക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്താണ് നമ്മൾ, എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് അതിൻ്റെ ഇനോഗ്രേഷൻ. അന്നത്തെ മണ്ണാർക്കാട് MLA അഡ്വക്കേറ്റ് ഷംസുദ്ദീനാണ് ഇനോഗ്രേഷൻ ചെയ്തത്. അന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു, കാരണം ആകെ 10-15 പേരാണ് അന്ന് ഗ്യാദർ ചെയ്യാൻ തന്നെ പാടുള്ളൂ, കാരണം അത്രേ പെർമിഷൻ ഉള്ളൂ. കാരണം അന്നത്തെ സിറ്റുവേഷൻ അതാണല്ലോ. സോ അന്ന് അദ്ദേഹം പറഞ്ഞത്, ഒരു ധനകാര്യ സ്ഥാപനത്തിന് ഉണ്ടാവേണ്ട ഏറ്റവും 3 ക്വാളിറ്റി എന്ന് പറയുന്നത്, ഒന്ന് വിശ്വാസ്യത, പിന്നെ ഇടപാടുകളിലെ സുതാര്യത, അതുപോലെ നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിന്റെ നീഡ് എന്താണെന്ന് അറിഞ്ഞ് അത് മനസ്സിലാക്കി അല്ലെങ്കിൽ അവരിൽ ഒരാളായി നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ 1ാമത്തെ ബ്രാഞ്ചിൽ നിന്ന് നിങ്ങൾക്ക് അതിവേഗം അനേകം ബ്രാഞ്ചുകളിലേക്ക് നിങ്ങൾക്ക് എക്സ്പാൻഷൻ അല്ലെങ്കിൽ ഗ്രോ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വേർഡ് അദ്ദേഹം പറഞ്ഞു. പക്ഷെ ഞാനും എൻ്റെ സഹപ്രവർത്തകരും അത് ഏകദേശം ഇതുവരെ അത് പാലിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് അതേപടി പാലിച്ച് മുന്നോട്ട് പോകാൻ ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ടൊക്കെയാണ് UGS ഒരു 5 വർഷം കൊണ്ട് എനിക്ക് തോന്നുന്നത് എറണാകുളം മുതൽ കാലിക്കറ്റ് വരെ ഒരു പ്രസൻസ് വരാനും ഏകദേശം 10-22 ബ്രാഞ്ചിലേക്ക് വളരാനും UGS ഗ്രൂപ്പ് എന്ന് പറയുന്നൊരു ഗ്രൂപ്പ് ഫോം ചെയ്യാനും ഏകദേശം അതിൽ തന്നെ 5-6 ഫേംസ് ഇൻക്ലൂഡിങ് ഹോസ്പിറ്റാലിറ്റി, പാലാട്ട് റെസിഡൻസ്, ഷെഫ് പാലാട്ട് എന്ന് പറയുന്ന ഒരു ഹോട്ടൽ ശൃംഖലയിലേക്ക് വരാനും അത് ഒരു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ട് മാറാനും കേരള, കർണാടക, മഹാരാഷ്ട്ര പോലുള്ള 3 സംസ്ഥാനങ്ങളിൽ പ്രവർത്തനാനുമതിയുള്ള ഒരു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആവാനൊക്കെ കഴിഞ്ഞത് ഈ പറയുന്ന എൻ്റെയും അതുപോലെ എൻ്റെ സഹപ്രവർത്തകരുടെയൊക്കെ അശ്രാന്ത പരിശ്രമം അല്ലെങ്കിൽ ഹാർഡ് വർക്ക് അല്ലെങ്കിൽ ഒരു ടീം വർക്ക് എന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഇപ്പൊ ഞങ്ങളോട് പറഞ്ഞല്ലോ ഒരു സ്വകാര്യ ബാങ്കിൽ ജോലി ചെയ്യായിരുന്നു. അപ്പൊ അവിടെ നിന്നാണ് കോവിഡ് പോലത്തെ ഇത്രയും അൺസർട്ടൺ ആയിട്ടുള്ള ഒരു പീരീഡിൽ ഇങ്ങനെ ഒരു സംരംഭത്തിലേക്ക് വരുന്നത്. എന്തായിരുന്നു അജിത്തിന്റെ ആ ഒരു ധൈര്യം, ആ റിസ്ക് ടേക്കിങ്ങിന് ആ ഒരു
ഫാക്ടർ എന്നാണ്? തീർച്ചയായിട്ടും ഒന്ന് നമ്മുടെ ഒരു കോൺഫിഡൻസ്. ഉം. കാരണം നമ്മള് അതുവരെ ഇപ്പൊ ഞാൻ പറഞ്ഞൊരു ബാങ്കിങ് സെക്ടറിലായിരുന്നു. അപ്പൊ ആ ബാങ്കിങ് സെക്ടറിൽ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ എന്റേതായ ഒരു കസ്റ്റമർ ബെൽറ്റ് അല്ലെങ്കിൽ ഒരു കസ്റ്റമർ ബേസ് ഉണ്ടായിരുന്നു. അവർക്ക് ഞാൻ കൊടുത്തിരുന്ന ഒരു സർവീസ്, ഉം. ആ സർവീസ് ഉണ്ടെങ്കിൽ ആ സർവീസിൽ അവർ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ആ ഒരു കസ്റ്റമർ ബെൽറ്റ് അല്ലെങ്കിൽ ബേസ് എനിക്ക് ഇതിലും, അല്ലെങ്കിൽ അവരുടെ ഒരു സപ്പോർട്ട് എനിക്ക് ഇതിലും ബിഗിനിങ്ങിൽ തീർച്ചയായിട്ടും ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസം, അത് 100% ആ ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ആ ഒരു വിശ്വാസം എന്നെ രക്ഷിച്ചു. കാരണം അതിന് ഞാൻ ദൈവത്തിനോട് നന്ദി പറയുകയാണ്. കാരണം പ്ലസ് പിന്നീട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഈ പറയുന്ന ഇപ്പൊ ഏതൊരു സ്റ്റാർട്ടപ്പ് സംരംഭം ആദ്യം വരികയാണെങ്കിൽ ആസ് എ ബിഗിനർ എന്നുള്ള രീതിയിൽ ഒരുപാട് ചലഞ്ചസ് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും വിവിധ മേഖലകളിൽ നിന്ന്. കാരണം നല്ല രീതിയിൽ ഗ്രോ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകൾ ഒക്കെ, കാരണം ആ ഒരു പിന്നെ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ഒക്കെ ആണ് എന്നെ ഇതുവരെ ഇത്ര പെട്ടെന്ന് ഗ്രോ ചെയ്യാൻ സഹായിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. പ്ലസ് ഈ പറയുന്ന ഒരു കോർപ്പറേറ്റ് സ്ട്രക്ചറിലാണല്ലോ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് കിട്ടിയ ആ ഒരു അഗ്രസീവ്നെസ് അല്ലെങ്കിൽ ആ ഒരു ടീമിന്റെ അവിടുത്തെ ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ അതൊക്കെ എന്നെ ഒരുപാട് ഇവിടെ ടീം ബിൽഡ് ചെയ്യാനും ടീമിനെ മാനേജ് ചെയ്യാനൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഈ ആ കോവിഡിന്റെ സമയത്ത് പറഞ്ഞ സോഷ്യൽ ഡിസ്റ്റൻസിങ് ഉണ്ടായിരുന്നു, സാനിറ്റൈസർ ഉണ്ടായിരുന്നു, മാസ്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു സമയത്ത് എങ്ങനെയാണ് ജനങ്ങളിലേക്ക് ആദ്യമായിട്ട്, അത് ആദ്യത്തെ ബിസിനസ് എന്ന് പറയുന്ന ചലഞ്ചില്ലേ, അപ്പൊ ആ ഒരു ആദ്യത്തെ ഒരു വർഷം കോവിഡിന്റെ ആ അൺസർട്ടൺ ആയിട്ടുള്ള ഒരു പീരീഡ്, ഒരു 2020 മുതൽ 2022 തുടക്കം വരെ, അപ്പൊ അതെങ്ങനെയാണ് ആ ഒരു സമയത്ത് സർവൈവ് ചെയ്തത്? അത് ഈ പറയുന്ന മാതിരി നമുക്കറിയില്ല, ഇപ്പൊ നമ്മൾ ഒരു ദിവസം ഇപ്പൊ ഒരു കസ്റ്റമർ വരികയാണെങ്കിൽ അവർ വിളിക്കണം, അപ്പോയിന്റ്മെന്റ് എടുക്കണം. കാരണം ഒരു ദിവസം മാക്സിമം ഇത്ര പേരെ വരാൻ പാടുള്ളൂ, മിനിമം ബ്രാഞ്ചിൽ ഇത്ര പേരെ മീൻസ് സ്റ്റാഫുകൾ പാടുള്ളൂ. അങ്ങനെ ഒരുപാട് മീൻസ് കണ്ടീഷൻസ്, ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ്സിൽ നിന്ന് ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതൊക്കെ പാലിച്ച് മുന്നോട്ട് പോകാൻ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് സ്ട്രഗിൾ ചെയ്തു എന്നുള്ളത് വളരെയധികം ശരിയാണ്. ആദ്യത്തെ ഒരു 2 വർഷത്തോളം 1.5-2 വർഷ കാലയളവിൽ നല്ല രീതിയിൽ നമ്മൾ സ്ട്രെയിൻ ചെയ്തിട്ടുണ്ട്, സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, ചലഞ്ചസ് ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തും എന്നെ വിശ്വസിച്ച് എന്നെ ഒപ്പം നിന്ന എൻ്റെ ടീം, വളരെ ചെറിയ ടീമായിരുന്നു അന്ന്, 8-10 പേരിന് അകത്തുള്ള ഒരു ടീമാണ്. അപ്പോൾ അവര് അന്ന് എൻ്റെ കൂടെ നിന്നു. ഈ ഒരു സംരംഭം വളർന്ന് വലുതാവും എന്നുള്ളൊരു വിശ്വാസത്തിൽ എൻ്റെ കൂടെ നിന്നു. അവരുടെ പിൻബലത്തിൽ ഞാനും നല്ല രീതിയിൽ എനിക്കും നന്നായിട്ട് അന്ന് ഈ വക ചലഞ്ചസ് ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് അതിനെ ഫേസ് ചെയ്യാനുള്ള ഒരു ധൈര്യം ഉണ്ടല്ലോ, ഒരു കറേജ് ഉണ്ടല്ലോ. തീർച്ചയായിട്ടും അതെന്റെ സഹപ്രവർത്തകരാണ് എനിക്ക് തന്നത്. അപ്പൊ അതിന്റെയൊക്കെ ഒരു റിസൾട്ടാണ് ഇന്ന് ഇവിടെ എത്തി നിൽക്കുന്നത്. ഇപ്പോ ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഏറ്റവും വലിയ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഗോൾഡ് ആണ്. അതെ. അപ്പൊ എന്താണ് ഈ ഗോൾഡിന് ഇപ്പൊ ഇത്ര എല്ലാ ദിവസവും വെച്ചിട്ട് വില കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോ ഒരു എക്സ്പെക്ട് ചെയ്യുന്നത് 1 lakh വരെ ടച്ച് ചെയ്യാം എന്നുള്ളതാണ് ഒരു പവന്. അപ്പൊ ഈ ഒരു സമയത്ത് ഗോൾഡ് എത്രമാത്രം ശക്തമായ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. പിന്നെ അതായത് ഗോൾഡ് ലോൺ എന്ന് പറയുന്ന പ്രോഡക്റ്റ് എത്രമാത്രം എക്സ്പാൻഷൻ കപ്പാസിറ്റി ഉണ്ട്? അല്ല, ഗോൾഡ് എന്ന് പറയുന്നത് നമുക്കറിയാം. ഇപ്പൊ ഉദാഹരണത്തിന് കോവിഡ് നടക്കുന്ന സമയത്ത് തന്നെ ഗോൾഡിന്റെ റേറ്റ് ആണ് അന്ന് ഷെയർ മാർക്കറ്റും ബാക്കി പറയുന്ന എല്ലാ ഇക്വിറ്റി സൈഡെല്ലാം ഭയങ്കര ഡൗൺ ആയി. അറൗണ്ട് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, അറൗണ്ട് $90,000 ആണ് അന്ന് ക്ലോസ് ചെയ്തത്. 19,000-നൊക്കെയാണ് അന്ന് ക്ലോസ് ചെയ്തത് മാർക്കറ്റ്. സോ അന്ന് ഗോൾഡ് അറൗണ്ട് 42,000 വരെ, ഗോൾഡിന് എനിക്ക് തോന്നുന്നു 8 ഗ്രാം ഒരു പവന് ഏകദേശം 42,000 വരെ അന്നത്തെ റെക്കോർഡ് പ്രൈസിലേക്ക് അന്ന് ഹൈ വന്നു. അതിനുശേഷം എല്ലാവരും പറഞ്ഞു ഒരു വാക്സിൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന റേറ്റ് ഇതേമാതിരി താഴത്തേക്ക് വരുമെന്ന്. പക്ഷെ നമ്മളാരും എക്സ്പെക്ട് ചെയ്ത മാതിരി ഗോൾഡിന്റെ റേറ്റ് താഴേക്ക് വന്നിട്ടില്ല. അത് പിന്നീട് ഈ പറയുന്ന എന്താ വെച്ചാൽ അപൂർവം കുറച്ച് വർഷങ്ങളെ എടുത്തിട്ടുള്ളൂ. ഇന്ന് 42 എന്നുള്ളത് ഇന്ന് നിൽക്കുന്നത് 66-67 ടച്ച് ചെയ്യുന്ന രീതിയിലാണ് നിൽക്കുന്നത്. ഞാൻ അന്ന് നമ്മുടെ കസ്റ്റമേഴ്സിനൊരു സ്കീം നമ്മൾ അന്ന് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൺലി ഈ സ്വയം തൊഴിൽ സംരംഭകർ, അതല്ലെങ്കിൽ ചെറുകിട കച്ചവടക്കാർ, ഡെയിലി കളക്ഷൻ, ഇൻഡിവിജ്വൽസ് അല്ല, ഡെയിലി കളക്ഷൻ എന്നുള്ള രീതിയിൽ അവർക്ക് 2 പവന് 1 ലക്ഷം രൂപ വരെ നമുക്ക് ഗോൾഡ് ലോൺ കൊടുക്കാം. 2 പവന് 1 ലക്ഷം രൂപ. അന്ന് 2021 ഗോൾഡിന്റെ റേറ്റ് എനിക്ക് തോന്നുന്നു ഗ്രാമിന് 4,000-4,500 ഉള്ളിലേ ഉള്ളൂ. അന്ന് ഞാൻ ഈ പറയുന്ന 2 പവന് 1 ലക്ഷം കൊടുക്കുക എന്ന് പറയുമ്പോൾ ഡെയിലി കളക്ഷൻ ആണ്, ഇൻഡിവിജ്വൽസിനല്ല, ബിസിനസ്സുകാർക്ക്. സോ അന്ന് ഞാൻ ഒരു ബിസിനസ് ലോൺ 100% അൺസർട്ടനിറ്റിയിൽ കൊടുക്കാതെ അറൗണ്ട് ഒരു 75%-80%ഓളം ഗ്യാരണ്ടി ഞാൻ ഗോൾഡ് വാങ്ങി വെച്ച്
ബാക്കി ഒരു 25-30% ആണ് ഞാൻ റിസ്ക് എടുക്കുന്നുള്ളൂ. ഓക്കെ, അപ്പൊ അന്ന് 2 പവന് 1 lakh എന്ന് പറയുമ്പോൾ അല്ല, ഏകദേശം ഗ്രാമിന് 6,250 രൂപ ഞാൻ അന്നേ കൊടുത്തിരുന്നു. സോ അന്ന് പല ഈ പറയുന്നതിന്റെ പല കോമ്പറ്റീറ്റേഴ്സും പറഞ്ഞിരുന്നു ഇങ്ങനെയൊക്കെ ഗോൾഡിനേക്കാൾ റേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഈ ഫേം മുന്നോട്ട് പോകും, എങ്ങനെ ഒരു സർവൈവ് ചെയ്യും, അങ്ങനെ ഒരുപാട് ഗോസിപ്പുകൾ അന്ന് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരോടൊക്കെ എനിക്ക് ഒന്നേ പറയാനുണ്ടായിരുന്നുള്ളൂ, കാരണം ഞാനൊരു 5 years അല്ലെങ്കിൽ 10 years മുന്നേ നമ്മൾ കണ്ടു. സോ മേ ബി എനിക്ക് കിട്ടിയ എൻ്റെ കോർപ്പറേറ്റ് അല്ലെങ്കിൽ പ്രൈവറ്റ് ബാങ്കിങ് സെക്ടറിൽ നിന്ന് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കാം എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിഞ്ഞത്. സത്യം പറഞ്ഞാൽ ഞാനന്ന് ചെയ്ത് വളരെ കറക്റ്റ് ആയിരുന്നു എന്ന് കാലം തെളിയിച്ചു. ദാറ്റ്സ് ഓൾ. അത്രേ എനിക്ക് അതിൽ പറയാനുള്ളൂ. ഗോൾഡ് ഇന്ന് നമുക്ക് വേൾഡിലെ ഏറ്റവും സേഫസ്റ്റ് അല്ലെങ്കിൽ സെക്യൂർഡ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഗോൾഡാണ്. ഈ പറയുന്ന മാക്സിമം ഒരു 2-3 months അല്ലെങ്കിൽ വളരെയധികം, കാരണം ലാസ്റ്റ് 1 year ഗോൾഡിന് ഒരു പവന് കൂടിയിട്ടുള്ളത് ഏകദേശം 18,000 to 22,000 ആണ് ഒരു പവന് കൂടിയിട്ടുള്ളത്. സോ ഡെഫിനറ്റ്ലി അധികം ടൈം കഴിയാതെ ഈ വർഷം കഴിയുമ്പോഴേക്കും ഗോൾഡ് നമ്മൾ ഒരു പവൻ വാങ്ങണമെങ്കിൽ മിനിമം 1 lakh നമ്മൾ കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് വരും. സോ അതുകൊണ്ടാണ് ഞങ്ങളുടെ ഏകദേശം നമ്മുടെ സെഗ്മെന്റിൽ ഗോൾഡ് ലോണിൽ ഏകദേശം ഒരു 80-85% ആണ് നമ്മൾ ഇൻവെസ്റ്റേഴ്സിന്റെ ഫണ്ട് നമ്മൾ റീഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഏകദേശം ഒരു 80-85% ഗോൾഡിന്റെ സെഗ്മെന്റിലാണ്, സെക്യൂർഡ് ലോണിലാണ്. അത് തന്നെയാണ് നമ്മുടെ ഫേമിന്റെ ഒരു സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഒരു വിശ്വാസ്യത എന്നൊക്കെ എനിക്ക് ധൈര്യത്തോടു കൂടി പറയാൻ പറ്റും. യുജിഎസ് ഗ്രൂപ്പ് ഇപ്പോൾ എക്സ്പാൻഷന്റെ ഒരു പാതയിലാണ്. ഹോസ്പിറ്റാലിറ്റിയിലുണ്ട്, ഒരുപാട് സെക്ടേഴ്സിലേക്കുണ്ട്. എന്താണ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് പറയാം? അല്ല, ആദ്യം യുജിഎസ് ഗ്രൂപ്പിൽ നമുക്ക് നിധി ഉണ്ടായിരുന്നു, ഈ പറയുന്ന KML ഉണ്ട്, അതുപോലെ സൊസൈറ്റി ഉണ്ട്. അതിനുശേഷമാണ് ഹോട്ടൽ വന്നത്. ഹോട്ടൽ ഒരു 3 star എബോ കാറ്റഗറി ഉള്ള ഒരു ഹോട്ടലാണ്. സോ മണ്ണാർക്കാട് തന്നെയാണ്. വലിയ ഹോളും ബോർഡ് റൂമും ഈ പറയുന്ന വലിയ ഫങ്ഷൻസ് ഒക്കെ നടത്താൻ പറ്റുന്ന ഹോട്ടലാണ്. അതുപോലെ നമ്മൾക്കൊരു നല്ല റെസ്റ്റോറൻ്റ് ഉണ്ട്, ഷെഫ് പാലാട്ട് എന്നാണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര്. സോ അതുപോലെ മണ്ണാർക്കാട് നമുക്ക് ഈ പറയുന്ന ബാക്കിയുള്ള മെട്രോ സിറ്റീസിൽ നടക്കുന്ന ചില എൻ്റർടൈൻമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെയും ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞു. വീക്കെൻഡ്സ് DJ പാർട്ടീസ് അല്ലെങ്കിൽ ഓരോ ഒക്കേഷണലി വരുന്ന പ്രോഗ്രാംസ്, അപ്പോൾ അങ്ങനെ പല പ്രോഗ്രാംസും നമുക്ക് മണ്ണാർക്കാട് ചെയ്യാൻ കഴിഞ്ഞു. അപ്പോൾ അതൊരു ജനകീയ ജനങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞു. അത്രയും നമ്മുടെ ഫുഡാണെങ്കിലും നമ്മുടെ വെറൈറ്റി പ്രോഗ്രാംസ് ആണെങ്കിലും ഡിഷസ് ആണെങ്കിലും ഒക്കെ ജനങ്ങൾക്ക് ഇന്ന് മണ്ണാർക്കാട് ഏകദേശം ഒരു 6 months കഴിഞ്ഞിട്ടേ ഉള്ളൂ. ലാസ്റ്റ് ഓണത്തിനാണ് ഭാവന, നമ്മുടെ ബ്രാൻഡ് അംബാസഡറായ ഭാവന വന്നു, അവർ തന്നെയാണ് ഇനോഗ്രേഷൻ ചെയ്തത്. സോ അതൊക്കെ തന്നെയാണ്. പ്ലസ് അഡീഷണൽ ആയിട്ട് നമ്മുടെ ഗ്രൂപ്പിന്റെ ലാസ്റ്റ് 1 year ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതിലൊരു പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ളത് നമ്മുടെ ബ്രാൻഡ് അംബാസഡർ ഭാവന തന്നെയാണ്. ഭാവനയുടെ ഒരു വരവ് ബ്രാൻഡ് അംബാസഡർ ആയിട്ട് അവരെ സെലക്ട് ചെയ്ത് തന്നെയാണ്. കാരണം നമുക്കറിയാം ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിച്ച് ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർന്ന് അല്ലെങ്കിൽ പറന്ന് പൊങ്ങിയ ഒരാളാണ് ഭാവന എന്ന് പറയുന്നത്. പ്ലസ് നമ്മുടെ ഫാമിലി വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. കാരണം ഏകദേശം 400 above എംപ്ലോയീസ് വർക്ക് ചെയ്യുന്ന ഒരു ഫേമാണ് UGS. അപ്പോൾ UGSൽ ഞങ്ങൾ ഈ സ്ത്രീ ശാക്തീകരണം എന്നൊക്കെ പല മേഖലകളിലും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ അക്ഷരാർത്ഥത്തിൽ അത് പ്രാവർത്തികമാക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. കാരണം ഈ 400 എംപ്ലോയീസിൽ ഏകദേശം ഒരു 80-85% വനിതകളാണ് UGSൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് UGSന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. അപ്പോൾ അതിലേക്കും കൂടി അവരെയും കൂടി കൺസിഡർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഭാവനയെ മാതിരി ഒരാൾ ബ്രാൻഡ് അംബാസഡറായി വന്നതിൽ ഞങ്ങൾക്ക് തികച്ചും വളരെയധികം അഭിമാനമുണ്ട്, വളരെയധികം പ്രൗഡാണ് ഞങ്ങൾ. സോ ലാസ്റ്റ് ടൈം റീസെൻ്റ്ലി നമ്മുടെ ഒറ്റപ്പാലം വരിക്കാശ്ശേരി മനയിൽ വെച്ചിട്ടാണ് നമ്മുടെ ഒരു ഈ 2K25 ഒരു ഫാമിലി മീറ്റ് UGSന്റെ നടത്തിയത്. ഭാവന തന്നെ ആയിരുന്നു ഇനോഗ്രേഷൻ ചെയ്യുക. അപ്പം അന്ന് അവരും പറഞ്ഞു ഫസ്റ്റ് UGS എന്ന് പറഞ്ഞാൽ ഞാൻ അധികം ഏതാണ് ഒരു ഓവർ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ മാത്രമാണ് എനിക്ക് അറിയണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്ന് ലാസ്റ്റ് ഒരു 1 year ആയിട്ട് UGSന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ഒരു റൈറ്റ് ചോയ്സ് ആയിരുന്നു UGS. അപ്പോൾ ഞാനും UGSന്റെ ഒരു ഭാഗമായതിൽ വളരെയധികം പ്രൗഡാണ്, അഭിമാനത്തോടു കൂടിയാണ് ഞാൻ നിൽക്കുന്നതെന്നൊക്കെയാണ് നമ്മുടെ ബ്രാൻഡ് അംബാസഡർ കൂടി പറഞ്ഞിട്ടുള്ളത്. സോ അതൊക്കെ ഞങ്ങൾക്ക് കിട്ടിയ ഒരു അംഗീകാരമായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. അതുപോലെ നമുക്ക് 2024 നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ ശ്രീമതി നിർമ്മല സീതാരാമൻജിയുടെ കയ്യിൽ നിന്ന് ബെസ്റ്റ് എമർജിംഗ് ബ്രാൻഡിന്റെ ഒരു അന്നത്തെ ആ ഒരു അവാർഡ് എനിക്ക് ട്രിവാൻഡ്രത്ത് തന്നെയാണ്
വാങ്ങിക്കാൻ കഴിഞ്ഞത് അന്ന് ഗ്രാൻഡ് ഹയാത്തിലായിരുന്നു. സോ എനിക്ക് തോന്നുന്നു അന്ന് അറൗണ്ട് ഒരു 6 പ്ലെയേഴ്സാണ് ഉണ്ടായിരുന്നുള്ളൂ കേരളത്തിൽ നിന്ന്. അപ്പോൾ അതിലൊരു ഭാഗമാവാൻ എനിക്ക് കഴിഞ്ഞു. അപ്പോൾ അതിൽ എനിക്ക് തോന്നുന്നത് ഒരു പ്രമുഖ ധനകാര്യ സ്ഥാപനം, ഞാനൊക്കെ ചെറുപ്പം മുതലേ കേട്ട് വളർന്നൊരു പ്രമുഖ ധനകാര്യ സ്ഥാപനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആളായിരുന്നു അന്ന് എൻ്റെ ഒപ്പം അവാർഡ് എൻ്റെ തൊട്ട് മുന്നേ വാങ്ങിയിരുന്നത്. സോ അദ്ദേഹത്തിൻ്റെ ഒപ്പം ഇരിക്കാൻ പറ്റി, അതുപോലൊരു വേറെ 4-5 പേരുടെ ഒപ്പം ഷെയർ ചെയ്യാൻ പറ്റി, പരിചയപ്പെടാൻ പറ്റി. അങ്ങനെ ഒരു വേദിയിൽ എത്താൻ കഴിഞ്ഞതൊക്കെ ഈ പറയുന്ന എൻ്റെ സഹപ്രവർത്തകരുടെയും അല്ലെങ്കിൽ എൻ്റെ ടീമിൻ്റെ ഒക്കെ സപ്പോർട്ടും ഉണ്ടാണ്. അപ്പോൾ ആരാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഓണ്ടർപ്രണർ ജേർണിയിൽ? അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. ഒന്ന് എൻ്റെ ബ്രദറാണ്, അഭിലാഷ് പാലാട്ട് എന്ന് പറയും. സോ അദ്ദേഹം, അതുപോലെ പിന്നെ എൻ്റെ ഫാമിലി, പിന്നെ ടീം, ഒബ്വിയസ്ലി ടീം, അതുപോലെ എന്നെ വിശ്വസിച്ച് എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ ഒരുപാട് നല്ലവരായ കസ്റ്റമേഴ്സ്, ഇൻവെസ്റ്റേഴ്സ്, ഒരുപാട് വെൽവിഷേഴ്സ്, അങ്ങനെ കുറേ ആളുകൾ. ഇവരുടെ എല്ലാം സപ്പോർട്ടോടുകൂടി ഇനിയും ഉയരങ്ങളിലേക്ക് എത്താൻ UGS ഗ്രൂപ്പിന് അജിത്തിനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് മണി മാജിക്കിന്റെ മറ്റൊരു എപ്പിസോഡിലൂടെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.